എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 26 പ്രതികളിൽ ആർക്കും ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല. എന്നാൽ പൂജപ്പുര ജില്ലാ ജയിലിൽ കഴിയുന്ന ഇവർക്ക് ജില്ലാ ജയിൽ ഉദ്യോഗസ്ഥർ വഴിവിട്ട് സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്ന ആക്ഷേപം ഉയരുകയാണ്. സഖാക്കൾ എന്ന പരിഗണനയിൽ ഇവർക്ക് ചില ഉദ്യോഗസ്ഥരാണ് പ്രത്യേക പരിഗണന നൽകുന്നത് എന്നാണ് ആരോപണം. മലയാള മനോരമയാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആഴ്ചയിൽ 2 തവണ മാത്രം അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള സന്ദർശകരെ അനുവദിക്കാമെന്നാണ് ചട്ടമെങ്കിലും ഇത് ലംഘിച്ച് ദിവസേന പ്രതികളെ തേടി സന്ദർശകർ എത്തുന്നു എന്നും ചട്ടലംഘനം കണ്ടുപിടിക്കാതിരിക്കാൻ സന്ദർശക രജിസ്റ്ററിൽ മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്തുന്നില്ലെന്നും ആണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. എല്ലാ പ്രതികളെയും ജയിലിൽ വിശാലമായി സെല്ലിൽ ഒന്നിച്ചാണ് പാർപ്പിച്ചിട്ടുള്ളത്. വധശ്രമം ഉൾപ്പെടെ ചുമത്തിയ കേസിലെ പ്രതികളെ ഒന്നിച്ചു കഴിയാൻ അനുവദിച്ചത് വഴിവിട്ട നീക്കമാണെന്നും ആക്ഷേപമുണ്ട്. ഇപ്പോൾ പ്രതികളെല്ലാവരും ഒരു സുഖചികിത്സയ്ക്ക് അല്ലെങ്കിൽ ഒരു ഉല്ലാസ യാത്രയ്ക്ക് പോയി പുറത്ത് മഴയായതുകൊണ്ട് അവിടുത്തെ സ്ഥലം കാണാൻ ഇറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഒരേ മുറിയിൽ തന്നെയാണ് കഴിയുന്നത്. ആ ഒരു അവസ്ഥയാണ് സംഗതി ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജയിലിൽ ഉദ്യോഗസ്ഥരുടെ സംഘടനയിലെ ഇടതുപക്ഷ സഹയാത്രികനായ ഉദ്യോഗസ്ഥനാണ് ഇതിന് അവസരം ഒരുക്കിയിരിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും ജയിലിൽ കാര്യമായ സ്ഥലമാറ്റങ്ങളോ സ്ഥാനമാറ്റങ്ങളോ നടന്നിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ്. പിണറായി സർക്കാർ നിയമിച്ച കാലത്തെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ജയിലിൽ ഇപ്പോഴും ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടത് അനുഭാവികൾക്ക് വേണ്ടി ചട്ടങ്ങൾ വഴിമാറുന്നത്. റിമാൻഡ് പ്രതികളെ മുഴുവൻ സമയവും ലോക്കപ്പിൽ സൂക്ഷിക്കണമെന്നും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങണമെന്നുമുള്ള വ്യവസ്ഥയെങ്കിലും ജയിൽ ഉദ്യോഗസ്ഥർ ഇതും പാലിച്ചിട്ടില്ല. ഇടയ്ക്കിടെ സെല്ലിന് പുറത്തിറങ്ങാൻ അവസരം ഒരുക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. മറ്റ് ആവശ്യ വസ്തുക്കൾ എത്തിക്കാനും ജീവനക്കാരുടെ സഹായം ലഭിക്കുന്നതായും സൂചനയുണ്ട്. അതേസമയം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 5 പ്രതികളെ കൂടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. 6 മുതൽ 10 വരെയുള്ള പ്രതികളായ കിരൺ, അനിൽകുമാർ, ഷെഫീഖ്, ഹരീഷ് കുമാർ, ദിനീത് എന്നിവരാണ് ഇന്ന് വൈകിട്ട് വരെ കസ്റ്റഡിയിൽ വിട്ടത്. ഇന്നലെ ഇവരെ വൈകിട്ട് പിണറായിയുടെ ബേക്കർ ജംഗ്ഷനിലെ വീടിന് മുന്നിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. 1 മുതൽ 5 വരെ പ്രതികളായിരുന്നു നിതിൻ രാജ്, M മനോജ്, J ജീവൻ, A ഷാഹിൻ, R ശ്രീജിത്ത് എന്നിവരെ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കണമെന്നും കൂട്ടുപ്രതികളെ തിരിച്ചറിയണമെന്നും കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. 300 പേർക്കെതിരെയാണ് കേസെടുത്തത്. 46 പ്രതികളാണ് തിരിച്ചറിഞ്ഞത്. ശേഷിക്കുന്ന പ്രതികളെ ഉടൻ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മാത്രവുമല്ല, പതിവ് പോലെ തന്നെ ആദ്യ ബാച്ച് പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാത്ത പിണറായി 2ാം ബാച്ച് പ്രതികൾ എത്തിയപ്പോഴും തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. എന്തായാലും നേരത്തെ ഉദ്യോഗസ്ഥർ നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികളുടെ വാദം തള്ളി പോലീസ് തന്നെ രംഗത്ത് വന്നിരുന്നു. പെട്ടെന്നുള്ള പ്രകോപനമാണ് ആക്രമണത്തിന് പിന്നിലെന്ന പ്രതികളുടെ വാദം നിലനിൽക്കില്ല എന്നാണ് കോടതിയിൽ പോലീസ് പറയുന്നത്. ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പ്രവർത്തകർ സംഘടിച്ചെത്തുകയായിരുന്നു. കയ്യിൽ ആയുധങ്ങളുമായാണ് പ്രവർത്തകർ എത്തിയതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ED സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണം പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്നായിരുന്നു എന്നായിരുന്നു പ്രതികളുടെ വാദം. പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിൽ എത്തിയതെന്നും ആക്രമിക്കുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും ഇവർ പറയുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിലായിരുന്നു 5 പ്രതികൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ പ്രതികളുടെ വാദം തള്ളുകയാണ് പോലീസ് ചെയ്തത്. ED സംഘത്തിന് നേരെ ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇഷ്ടിക അടക്കമുള്ള വസ്തുക്കളുമായായിരുന്നു പ്രവർത്തകർ എത്തിയത്. പ്രതിഷേധിക്കുക മാത്രമായിരുന്നില്ല ഇവരുടെ ലക്ഷ്യമെന്നും പോലീസ് പറയുന്നുണ്ട്. ഗൂഢാലോചന തെളിയിക്കുന്നതിനായി പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ എന്തെങ്കിലും ആഹ്വാനം നടത്തിയിട്ടുണ്ടോ, നേതാക്കൾക്ക് അതിൽ പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഫോണുകൾ പരിശോധനയ്ക്ക് അയച്ചത്. പരിശോധനാ ഫലം വന്ന ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിൽ എത്തുക. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം നിലവിൽ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. മ്യൂസിയം SHO R പ്രശാന്ത് തന്നെയാണ് മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ. 5 ഇൻസ്പെക്ടർമാരും 7 SIമാരും അടക്കം 30 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം. ആദ്യം മ്യൂസിയം പോലീസായിരുന്നു കേസ് അന്വേഷിച്ചിരുന്നത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത കേസ് പ്രത്യേക സംഘത്തിന് വിടുകയായിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ആസൂത്രണത്തോടുകൂടിയാണ് ഉള്ളതെന്ന് രാഷ്ട്രീയ ആക്രമണമാണെന്ന് കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. മാത്രവുമല്ല,
ഭരണഘടനാ സ്ഥാപനത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഇതെന്നും കോടതി പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെ റെയ്ഡിന് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പോലീസുകാർക്ക് ശാസനയുമായി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എത്തിയത് ഇന്നലെയാണ്. ആക്രമണം ഉണ്ടായപ്പോൾ എവിടെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെന്നും എന്തുകൊണ്ട് അവർ തടഞ്ഞില്ലെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ ലാത്തി വീശാതിരുന്നതെന്നും ചോദ്യം ഉയർന്നിരുന്നു. വാഹനങ്ങൾ നേരെ മുട്ടയേറുണ്ടായപ്പോഴും നിങ്ങൾ തടഞ്ഞില്ല, എന്തുകൊണ്ട് ലാത്തി ചാർജ് നടത്തിയില്ലെന്നും കമ്മീഷണർ ചോദിക്കുകയാണ്. ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പോലീസുകാരെ കമ്മീഷണർ ശാസിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു കമ്മീഷണർ വിമർശനം ഉന്നയിച്ചത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ലഭിച്ചില്ലെന്നായിരുന്നു പോലീസുകാരുടെ മറുപടി. ആക്രമണം തടയുന്നതിന് പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചതായും ആരോപണം ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ആ സമയം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരെ ഉന്നത ഉദ്യോഗസ്ഥർ ശാസിക്കുന്നത്. അതിനിടെ കേസിലെ അന്വേഷണ ചുമതലകളിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് മ്യൂസിയം SHO R പ്രശാന്ത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകി. തുടരന്വേഷണ ചുമതല മുതിർന്ന ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണമെന്നാണ് ആവശ്യം. അതിനെതിരെ നടന്നുവരുന്നത് കേരള പോലീസിന്റെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന വ്യാജ പ്രചരണങ്ങളാണെന്ന് SHO പറയുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളിൽ നടത്തിയത് സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണമാണ്. അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള പാളിച്ചയും വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. മ്യൂസിയം SHO സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും പ്രശാന്ത് ആവശ്യപ്പെട്ടു. മാതാപിതാക്കളുടെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാണിച്ചാണ് കമ്മീഷണറോട് SHO സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടത്. അതേസമയം തൽക്കാലം ചുമതലകൾ തുടരാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകി. അതിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 6 മുതൽ 10 വരെയുള്ള പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. എന്തായാലും പ്രതികൾക്കെതിരെയുള്ള ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് അടക്കമുള്ളവ നടക്കുന്നുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രതികൾക്ക് ഈ ജയിലിനകത്ത് ലഭിക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും.